രാവിലെകൾ എല്ലാവർക്കും ഭയങ്കര തിരക്കുള്ള സമയമാണല്ലേ? എനിക്കും അതെ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് സൈഡ് ഡിഷായിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നിങ്ങനെ വാഴയിലയിൽ ഒഴിച്ചാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാൻ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ വാഴയിലയിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ? ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളി സാമ്പാറും റെഡിയാവും. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് മസൂർ ദാൽ ഇട്ട ശേഷം 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കുക. ഒറ്റ വിസിലിന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് വേവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ദാൽ എടുത്തത്. തുവരപ്പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അതിട്ടാലും മതി. രണ്ടായാലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് വേവാനായിട്ട് വെച്ചിട്ട് സാമ്പാറിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുകും 1 നുള്ളു ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട ശേഷം 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി അരിയാനൊന്നും നിൽക്കണ്ട, അത് മൊത്തത്തിൽ തന്നെ കിടക്കുന്നതാണ്. അത് കാണാനും ഭംഗി, നമുക്കും ഈസിയാണ്. ഇത്തിരി ഉപ്പൂടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്നായിക്കോളും. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി എടുത്ത് ഇങ്ങനെ സ്ക്വയറായി കട്ട് ചെയ്ത് അതും കൂടി അതിലേക്ക് ഇടാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് അതും ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഒരല്പം കായപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ഇടുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിയുടെയും നമ്മുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് കായത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ഇനി ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം. ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിനാണ് പുളി എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ പുളിയും കൂടെ ഉണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് നമ്മുടെ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്, പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് വെച്ച പരിപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ റെഡിയായി. വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡിയായി. ഇത് ആ സമയം കൊണ്ട് നമ്മൾ വെച്ച് ഇഡ്ഡലിയും വെന്തിട്ടുണ്ട്. ഈ ഉള്ളി സാമ്പാർ ഇഡ്ഡലിക്ക് മാത്രമല്ല കേട്ടോ, ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഗോതമ്പ് ദോശയ്ക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ഇങ്ങനെ ഇലയിൽ വേവിച്ച നല്ല പൂ പോലുള്ള ഇഡ്ഡലിയും ഈ ഉള്ളി സാമ്പാറും അതിൻ്റെ കൂടെ നല്ല വൈറ്റ് കോക്കനട്ട് ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ എന്താ രുചി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്.